പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു എയ്തറിൻ്റെ ഒരു ഫാമിലി സ്കൂട്ടറായ എയ്തർ റിസ്റ്റയെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. 2013 രണ്ട് IIT സ്റ്റുഡൻസായ തരുൺ മേത്തയും അതുപോലെ തന്നെ സ്വപ്നിൽ ജെയിനും ഒരു EV സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയുണ്ടായി. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പവർഫുള്ളും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിൽ യാതൊരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ദി വൺ ആൻഡ് ഓൺലി എയ്തർ എനർജി. എയ്തർ അവരുടെ പെർഫോമൻസ് സ്കൂട്ടറായ 450 സീരീസിന് ശേഷം അവരുടെ ട്രേഡ് മാർക്ക് ഫാമിലി സ്കൂട്ടർ ഈ ഇടയ്ക്ക് ഇറക്കുകയുണ്ടായി. അതാണ് നമ്മൾ ഈ കാണുന്ന എയ്തർ റിസ്റ്റ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് വണ്ടിയിൽ നിന്ന് തുടങ്ങാം. എന്തായാലും ഇതാണ് നമ്മുടെ എയ്തറിൻ്റെ റിസ്റ്റ. നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു റിയർ വ്യൂ മിറർ കാണാം. നമ്മൾ സാധാ 450 സീരീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റമുണ്ട്. ഇതൊരു പുതിയ ടൈപ്പ് റിയർ വ്യൂ മിററിൻ്റെ ഹാൻഡിലും ലെഗ് അസംബ്ലിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫെയറിങ് കാണാൻ പറ്റും. പഴയ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും മാറിയിരിക്കുകയാണ്. നല്ലൊരു മാറ്റമുണ്ട്. ഇവിടെ എയ്തർ എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലാമ്പ് അസംബ്ലി ഹെഡ് ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഹെഡ് ലാമ്പാണ്. സെൻറ്ററായിട്ട് നമുക്ക് മെയിൻ ലൈറ്റും അതുപോലെ തന്നെ ഈ സൈഡിൽ DRLും പിന്നെ അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു DRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റിനാണ് DRL എന്ന് പറയുന്നത്. നമുക്ക് DRL ഓൾവേസ് ഓൺ ആയിരിക്കും, ഓണാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. ഇങ്ങനത്തെ ഒരു വ്യൂയിങ് ആംഗിളിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സ് അഥവാ വണ്ടിയിൽ ഇതിനു മുന്നേ നമ്മൾ 450 പ്ലാറ്റ്ഫോം സീരീസിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് വന്ന ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിസ്റ്റയിൽ വരുമ്പോഴത്തേക്കും റിസ്റ്റയിൽ കുറേ കൺട്രോളുകളുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും റിസ്റ്റയിൽ വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് എയ്തർ കൊടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കർവുള്ള ഒരു പോർഷനിൽ വണ്ടി ഇപ്പോൾ നിൽക്കുകയാണ്. നമ്മൾ വളഞ്ഞു വരികയാണ്. ആ വളഞ്ഞു വരുന്ന സമയത്ത് മണലോ പിന്നെ അതുപോലെ തന്നെ പായലോ അങ്ങനെ എന്തെങ്കിലും പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ഇതുവഴി പോവുകയാണെങ്കിൽ സ്കിഡ് കൺട്രോൾ ഓണാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വണ്ടി സ്കിഡ് ആവാതെ തെന്നാതെ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പം അതാണ് സ്കിഡ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്കിഡ് കൺട്രോളിനെ കുറിച്ച്. നമുക്ക് വണ്ടിയിൽ തന്നെ ഓപ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് വണ്ടിയുടെ സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്കും പഴയതുപോലെ ടച്ച് അല്ല, വണ്ടി വന്നിട്ട് ജോയ്സ്റ്റിക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. ജോയ്സ്റ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻ കാണും. ട്വിസ്റ്റ്, കോസ്റ്റിംഗ് റീജൺ, ഓട്ടോ ഹോൾഡ്, സ്കിഡ് കൺട്രോൾ. കണ്ടിപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിഡ് കൺട്രോൾ. ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കാര്യമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കാം. സ്കിഡ് കൺട്രോൾ ഓണാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ സ്കിഡ് കൺട്രോൾ വെച്ചിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സഡൻ ആക്സിലറേഷൻ വരത്തില്ല, അത് കുറച്ചുകൂടി കുറയും. മുകളിൽ വരുമ്പോഴത്തേക്കും ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ മുമ്പേ വണ്ടിയിൽ ഉണ്ടായിരുന്നൊരു ഫീച്ചറാണ്. നമ്മളെ 450X പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഫീച്ചറാണ്. തൊട്ട് മുകളിൽ വരുമ്പോൾ കോസ്റ്റിംഗ് റീജൻ എന്ന് ഉദ്ദേശിച്ചത് കോസ്റ്റിംഗ് റീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. കോസ്റ്റിംഗ് റീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വണ്ടിയുടെ ആക്സിലറേഷൻ കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റീജൻ കെയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആക്സിലറേഷൻ വിടുമ്പോഴത്തേക്കും ചാർജ് കയറും. ഇപ്പോൾ നമ്മൾ തേരിയിലൊക്കെ പോകുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈം കൊണ്ട് റീജൻ ആക്റ്റീവായി ഒരു 1-2% എയ്തറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1-2% നമുക്ക് റീജൻ ആക്റ്റീവ് ചെയ്ത് ചാർജ് കയറും, തിരിച്ച് റിട്ടേൺ കയറും. മുകളിലേക്ക് വരികയാണെങ്കിൽ അതാണ്ട് നമുക്ക് ട്വിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എയ്തർ അവർ പറയുന്നത് മാജിക് ട്വിസ്റ്റ് എന്നാണ്. ഈ ഫീച്ചർ നമുക്കിപ്പം റീജൻ പോലെ ആക്റ്റീവ് ചെയ്ത് നിൽക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റീജനെക്കാട്ടി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മാജിക് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ത്രോട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ത്രോട്ടിലാക്കി കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു 50 km/h പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ത്രോട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി നിർത്താൻ സാധിക്കും. അതാണ് അവർ മാജിക് ട്വിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയും നിൽക്കും. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡിക്കേറ്റർ ഓട്ടോ കട്ട് ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മുടെ കാറിലൊക്കെ വരുന്ന ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഓട്ടോ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആക്കും. അതാണ് ഓട്ടോ ഇൻഡിക്കേറ്റർ. പിന്നെ അതുപോലെ തന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ വണ്ടി താക്കോലിട്ട് ഓഫ് ചെയ്തിട്ട് പോയാലും കുറച്ച് നേരത്തേക്ക് വണ്ടിയുടെ ലൈറ്റ് ഓണായി കിടക്കും, ഹെഡ് ലൈറ്റ് ഓണായി കിടക്കും. അതാണ് ഗൈഡ് മൈ ഹോം ലൈറ്റ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാൾ സേഫ് ആണ്. ഫാൾ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പം ആക്സിഡൻറ്റ് പറ്റി വണ്ടി മറിഞ്ഞു വീണു. നമ്മളിപ്പം ഓരോ ചില സാധാ സ്കൂട്ടറുകളൊക്കെ പൊക്കി എടുക്കുമ്പോഴത്തേക്കും ആക്സിലേറ്റർ പിടിച്ചെടുക്കുമ്പോൾ വണ്ടി അങ്ങ് തെന്നി അങ്ങ് പോകും, വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ ഒരു ഫീച്ചർ എയ്തറിൽ വരുമ്പോഴത്തേക്കും എയ്തറിൻ്റെ ഏത് സ്കൂട്ടറായാലും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ഓൺ ആകും. പിന്നെ നമ്മൾ വണ്ടി നൂത്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല, മോട്ടർ കട്ട് ഓഫ് ആവും. മോട്ടർ കട്ട് ഓഫ് ആയിരിക്കുമ്പോഴത്തേക്കും പിന്നെ വണ്ടി റീസ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റിസ്തയിൽ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ടോപ്പ് വേരിയൻറ്റ് വണ്ടിയാണ്. റിസ്തയിൽ 3 ടൈപ്പ് വേരിയൻ്റ് ഉണ്ട്. റിസ്ത എസ്, റിസ്ത ഇസഡിൻ്റെ തന്നെ 2 ടൈപ്പ് വേരിയൻ്റ് ഉണ്ട്. 2.9 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ 3.7 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. 3.7 കിലോ വാട്ട് ബാറ്ററിയുടെ വണ്ടിയാണ് നമ്മളെ കയ്യിരിക്കുന്നത്. ഇതാണ് ടോപ്പ് വേരിയൻറ്റ്. ഇതിൽ വന്നിട്ട് നമുക്ക് ഏകദേശം ഫുൾ അക്സസറിയും കിട്ടും. അതുപോലെ ഇതൊക്കെ അക്സസറിയാണ്. ഈ ബാക്ക് റെസ്റ്റൊക്കെ ഈ അക്സസറിയാണ് ഇതിൻ്റെ ഈ വണ്ടിയിൽ. പിന്നെ അക്സസറി ആയിട്ട് ഫ്രണ്ടിലൊരു ഫ്രങ്ക് പോലത്തെ ഒരു ടൈപ്പ് വരും, അതും ഒരു അക്സസറിയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതൊരു ഇതേ ടൈപ്പിലായിരിക്കും നമുക്ക് ഇതിലും വെച്ച് തരുന്നത്. ഇനി നമ്മൾ വരികയാണെങ്കിൽ മോട്ടർ സെയിം മോട്ടർ തന്നെയാണ്, നമ്മൾ പഴയ 450 യൂസ് ചെയ്യുന്ന അതേ മോട്ടറാണ്. ഇനി ഈ ബാറ്ററിയെ ഡ്രൈവ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് 4.3 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഓട്ടോ ഹോൾഡും ബാക്കിയുള്ള എല്ലാ കൺട്രോളും ബാക്കി മോട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. 0 to 80% വണ്ടി ചാർജ് ആവാനായിട്ട് 4.5 മണിക്കൂറാണ് എടുക്കുന്നത്. വണ്ടിയുടെ ടോപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 159 കിലോമീറ്റേഴ്സാണ്. ഒറ്റ ചാർജിൽ നമ്മൾ ഒരു മാക്സിമം പതിയെ ഓട്ടിക്കുന്ന ഒരാൾക്ക് 160 കിലോമീറ്റേഴ്സ്, 159, 160 ആ ഒരു റേഞ്ചിൽ പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ വണ്ടിയിൽ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പെർഫോമൻസ് സ്കൂട്ടറായ 450 സീരീസിൽ വന്നിട്ട് 450ൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് അപ്പെക്സ് ആണ്. 450 അപ്പെക്സ് ആണ്. അതിൽ വന്നിട്ട് 100 കിലോമീറ്റർ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 450X HR LR ഹൈ റേഞ്ച് ലോ റേഞ്ച് എന്ന് പറയുന്ന 2 വണ്ടികളുണ്ട്. അതിൽ വരുമ്പോഴത്തേക്കും 90 km/h ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസ്തയിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും കുറേ ഒരു 10% കൂടെ കുറയും, 80 km/h. 80 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഈ ഒരു വണ്ടി ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു വണ്ടിക്ക് അത്രയും സ്പീഡ് മതി. ഓക്കെ, നമ്മൾ ഈ ഇത്രയും പേരൊക്കെ എഴുന്ന് പോകുമ്പോഴും പിന്നെ അതുപോലെ തന്നെ പ്രായമായവരൊക്കെ ആയിരിക്കും ഈ വണ്ടി കൂടുതലും യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു സ്പീഡ് ധാരാളമാണ്. നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുമ്പോഴത്തേക്കും 780 mm സീറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്കും 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. വീല് സെയിം ആണ്. വീല് വന്നിട്ട് 12 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ടും അതുപോലെ തന്നെ റിയറിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ടയർ 90/12 ആണ്. അതുപോലെ തന്നെ റിയർ വന്നിട്ട് 100/80/12 റിയർ ടയറുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഫ്രണ്ട് വന്നിട്ട് ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ ബാക്ക് വന്നിട്ട് ഡ്രം ബ്രേക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഈതറിൻ്റെ ഇത്രയും സീരീസിലും ബാക്കും ഫ്രണ്ടും ഡിസ്ക്കാണ്. ഈ ഒരു വണ്ടി വന്നിട്ട് ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു വണ്ടി പെർഫോമൻസ് വണ്ടിയല്ല, ഡിസ്ക് നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് അതുപോലെ തന്നെ സഡനായിട്ട് നിൽക്കേണ്ട ആവശ്യം ഉള്ളൊരു വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഡിസ്ക് പ്രൊവൈഡ് ചെയ്ത് പെർഫോമൻസ് സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു രീതിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ പോവുക, ഈ ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിളാണ് നമ്മൾ ഈ ഒരു അവസ്ഥ. അതിൻ്റെ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡ്രം ബ്രേക്ക് റിയറിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മളെ പഴയ 450ൽ കൊടുത്തിരിക്കുന്ന അതേപോലത്തെ ടൈപ്പാണ്. ജസ്റ്റ് പുതിയ മഡ് ഗാർഡ് വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു രീതിയിൽ വ്യത്യാസം വരുത്തി. ചെറിയൊരു ക്ലിപ്പ് ഓൺ ആഡ് ടൈപ്പ് ആണ് നമുക്ക് ഇതാണ്ട് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് പുതിയ മഡ് ഗാർഡ് വന്നുകൊണ്ട് അത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഗിയർ വരുമ്പോഴത്തേക്കും നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ്. ഇപ്പം നമുക്ക് കാണാൻ കഴിയത്തില്ല, വണ്ടിയുടെ ഉള്ളിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവ് കൺട്രോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ബെൽറ്റ് തന്നെയാണ്. പ്രൈമറി ബെൽറ്റ്, സെക്കൻഡറി ബെൽറ്റ്, അതുപോലെ തന്നെ വീൽ പുള്ളി. ആ ഒരു സെയിം നമ്മളെ പഴയ 450 പ്ലാറ്റ്ഫോം എങ്ങനെയായിരുന്നു അതേപോലെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോറേജിലേക്ക് വരാം. സ്റ്റോറേജ് താണ്ട് ഇപ്പോൾ സീറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റിയർ വരുന്നത് 34 ലിറ്ററും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് 22 ലിറ്റർ. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഫ്രങ്ക് എന്നുള്ളൊരു രീതിയിൽ ഒരു പുതിയൊരു കവർ ടൈപ്പ് സംഭവം കിട്ടും, നമുക്കത് വാങ്ങിച്ച് വയ്ക്കാം, അക്സസറിയാണ്. അപ്പം ഈ 56 ലിറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ 34ഉം ഫ്രണ്ടിൽ വരുന്ന 22ഉമാണ് അവർ 56 ടോട്ടൽ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു അണ്ടർ സീറ്റ് ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്പേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈലോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും സൂക്ഷിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു അക്സസറി ആയിട്ടുണ്ട്, ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞൊരു ബാഗുണ്ട്. അതിപ്പം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ വയ്ക്കാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടില്ലേ, നമുക്കിവിടെ ഒരു ചാർജിങ് ഡോക്ക് കാണാൻ പറ്റും. ഇത് ഏതറിൻ്റെ സ്മാർട്ട് ഹെൽമെറ്റായ ഏതർ ഹാലോ എന്ന് പറഞ്ഞ ഹെൽമെറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡോക്കാണ്.
നമുക്കത് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണും ചാർജ് ചെയ്യാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിക്കകത്തിട്ട് തന്നെ ചാർജ് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ബോട്ട് ലാമ്പ് അസംബ്ലി കാണാൻ പറ്റും. അപ്പം ഏകദേശം ഇത്രയും വലിയൊരു സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു വണ്ടിയിലും ഇത്രയും വലിയൊരു സീറ്റ് നമ്മൾ കണ്ടതായിട്ട് തോന്നുന്നില്ല. ഏതാണ് ഇത്രയും വലിയൊരു സീറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ 5 കളർ ഓപ്ഷനാണ് വരുന്നത്. 5 കളർ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും പാൻഡോൺ ബ്ലൂ, കാട്ടമൻ ഗ്രീൻ, അൽഫോൺസോ യെല്ലോ, ഡെക്കൻ ഗ്രേ, അതുപോലെ തന്നെ സിയേഷൻ വൈറ്റ്. ഇത്രയും കളറാണ് വണ്ടിയിൽ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വാറണ്ടി വന്നിട്ട് 3 വർഷം 30,000 കിലോമീറ്ററാണ് വണ്ടിയുടെ ബാറ്ററി വാറണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ കറണ്ട് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റിന് കറണ്ട് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 1,84,000 രൂപയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത്. നമ്മൾ വണ്ടിയുടെ സ്വിച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടിയിൽ ടച്ച് ഇല്ല, സാധാ നോർമൽ ഡിസ്പ്ലേ ആണ്. നമ്മളിപ്പം സ്വിച്ചസ് വന്നിരിക്കുന്നത് കണ്ട, ഇതെന്ന് പറയുന്നത് വണ്ടിയുടെ സ്റ്റാർട്ട് ബട്ടൺ ആണ്. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ട തൊട്ട് മുകളിൽ മോഡ് ബട്ടൺ. ഈ വണ്ടിയിൽ 2 മോഡാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്മാർട്ട് ഇക്കോയും പിന്നെ അതുപോലെ തന്നെ സിപ്പ് എന്ന് പറഞ്ഞൊരു മോഡുമാണ് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ റിവേഴ്സ്. നമ്മൾ റിവേഴ്സ് 1 ടച്ചിൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഓണായി കിട്ടും. പിന്നെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് പോകും. ഓക്കെ, തിരിച്ച് വീണ്ടും അതേപോലെ റിട്ടേൺ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ റിവേഴ്സ് ഡീആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ നല്ല ഹൈ ബീം ലോ ബീം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ ബട്ടൺ. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്താണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. കാരണം മാപ്പ് ഇടുന്നത്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു റിസ്റ്റയിൽ ഈ ഒരു നാവിഗേഷൻ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഇൻഡിക്കേറ്റർ ലെഫ്റ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ റൈറ്റ് സ്വിച്ച്. ഇൻഡിക്കേറ്റർ ലെഫ്റ്റും റൈറ്റും സാധാരണ വണ്ടികൾ വരുമ്പോഴത്തെ സെയിം സാധനം തന്നെയാണ്. ഫോണ് അതുപോലെ പഴയതുപോലെ തന്നെയാണ് ഫോണ്. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ ഏകദേശം വണ്ടിയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു SE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കിഡ് കൺട്രോളിൻ്റെ ഓപ്ഷൻ ഓണായി കിടക്കുന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ടൈം, റേഞ്ച്, ബ്ലൂടൂത്ത്, ഓട്ടോ ഹോൾഡ് ഇപ്പം ആക്ടിവേറ്റ് ആണ്. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഓട്ടോ ഹോൾഡ് വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്പായി നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഓടും വണ്ടി എത്ര കിലോമീറ്റർ ഓടി. ഇതാണ് ഫുള്ള് ഓവർവ്യൂ വണ്ടിയുടെ ഡാഷ്ബോർഡ് വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പട്ടത്തുള്ള ഏതറിൻ്റെ ഷോറൂം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അവരെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. വണ്ടി ഓവറോൾ ഒരു പവർ പാക്ഡ്, ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ലൊരു വണ്ടിയാണ് ഏതറിൻ്റെ ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനി തുടർന്ന് ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നന്ദി.